ഹലോ, ഇന്ന് നമുക്കൊരു ഈസി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? നല്ല ചൂടോടെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ അത്. ഇതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് കട്ടാക്കിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്തിട്ടുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള ബീഫും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇത് അടച്ച് വെച്ചിട്ട് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് മതി കേട്ടോ. അത് മിക്സ് ചെയ്തിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു സവാള കട്ട് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രോക്കോളിയാണ് കേട്ടോ. ഈ ബ്രോക്കോളി ഞാൻ ചൂടുവെള്ളത്തിൽ സോൾട്ടും ചൂടുവെള്ളത്തിലും കൂടെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെജീസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് വെജീസ് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അത് ബീറ്റ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 2 എഗ്ഗ് എടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ബീഫും വെജീസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് റൈസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. അതിന് മുന്നായിട്ട് കുറച്ച് മല്ലിയില കട്ടാക്കിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.